നമ്മുടെ ഇപ്പോ മൊത്തത്തിൽ ഇന്ത്യയിൽ ഒരു ചർച്ച നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഒരു ഭീകരാക്രമണം നടത്തി. അപ്പോ എല്ലാ ചാനലുകളും ഇന്ത്യ ഉടനെ തിരിച്ചടിക്കും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയുന്നത് ഉടനടി തിരിച്ചടി വേണം. നമ്മുടെ ജനങ്ങളുടെയും ഒരു ആഗ്രഹം തന്നെയാണ് തിരിച്ചടി പാകിസ്ഥാനെതിരെ വേണമെന്നാണ്. പക്ഷെ ഇപ്പോ ഇത്രയധികം ചർച്ചകളും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ സൈനികരുടെ ഭാഗത്തുനിന്ന് പെട്ടെന്നൊരു കടന്നാക്രമണം അല്ലെങ്കിൽ ഒരു തിരിച്ചടി സംഭവിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു കാരണം, അല്ലെങ്കിൽ എന്തിനായിരിക്കും അവരിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക? സത്യത്തിൽ ഇന്ത്യ പരസ്യമായിട്ട് യുദ്ധം ചെയ്യുന്നില്ലെങ്കിലും മാനസികമായിട്ട് ഇന്ത്യ പാകിസ്ഥാന്റെ മേലെ ആധിപത്യം നേടിക്കഴിഞ്ഞു. ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ മുഴുവനും പാകിസ്ഥാൻ ഒരു ഭീകരരാഷ്ട്രമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ സൈന്യം ഏത് സമയം ആക്രമിക്കുമെന്നും ഇന്ത്യൻ മിലിറ്ററിക്ക് ഫുള്ളായിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞു പ്രധാനമന്ത്രി. മാനസികമായിട്ട് ഇന്ത്യ ഏത് സമയം ആക്രമിക്കുന്ന അവസ്ഥയാണ് പാകിസ്ഥാൻ്റെ സംഘം. അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പ്രസിഡന്റ്, അവിടുത്തെ നേതാക്കന്മാർ, സൈനിക മേധാവി, ചാരസംഘടനയുടെ തലവന്മാർ, പ്രധാനപ്പെട്ട ആളുകളൊക്കെ വളരെ കരുതലോടെയാണ് പോകുന്നത്. ഇതോടൊപ്പം തന്നെ അവിടെയുള്ള തീവ്രവാദികളെ മുഴുവനും പാകിസ്ഥാൻ സർക്കാരിന് സംരക്ഷിക്കേണ്ട അവസ്ഥ വന്നു. ഒരു രാജ്യം തീവ്രവാദികളെ സംരക്ഷിക്കുകയാണ്, അവരെ കൊല ചെയ്യും എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തുന്നു എന്നൊരു ഭയം വന്നിട്ട് തീവ്രവാദികളെ മുഴുവൻ ഒരു രാജ്യം സംരക്ഷിക്കുന്നത് പരസ്യമായിട്ട് അവർക്ക് അംഗീകരിക്കേണ്ടി വന്നു. തീവ്രവാദികളെ മുഴുവനും വളർത്തിക്കൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് ലോകത്തിന് മുന്നിൽ വെളിവാക്കപ്പെട്ടു. സത്യത്തിൽ ഇന്ത്യ ആഗ്രഹിച്ചിരുന്നു അത് തന്നെയാണെന്നും, പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണെന്നും മത തീവ്രവാദം വളർത്തിക്കൊണ്ടിരുന്ന രാജ്യമാണെന്നും ലോകത്തിലേക്ക് മുഴുവൻ തീവ്രവാദം സ്പോൺസർ ചെയ്യുന്ന രാജ്യമാണെന്നും കാലകാലങ്ങളിൽ ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് പാകിസ്ഥാന്റെ ചൈതികളിൽ നിന്ന് തന്നെ ലോകത്തിന് വെളിവാക്കുന്ന സാഹചര്യമാണ് വന്നുപെട്ടത്. മാത്രമല്ല, ഇന്ത്യൻ സൈന്യം അറ്റാക്ക് നടത്തുന്നില്ലെങ്കിലും യുദ്ധം ചെയ്യുന്ന തരത്തിലേക്ക് ഒരു മാനസിൽ നിൽക്കുന്നുണ്ട് പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങളും, അതോടൊപ്പം തന്നെ സൈനിക വിഭാഗങ്ങളും അവിടുത്തെ ഭരണകർത്താക്കളും ഭയചകിതരായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഏത് സമയം നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഡെമോക്രസിന്റെ വാള് വന്ന് വീഴുന്നുള്ള പോലെ അവസ്ഥയിൽ നിൽക്കുന്ന അവസ്ഥ, ഭയപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് യാതൊരു വക മാനസിക സംഘർഷമോ ടെൻഷനോ പ്രശ്നങ്ങളോ ഇല്ലയെന്ന്. ഇന്ത്യയിലെ ഭരണാധികാരികൾക്ക് ഒരു ടെൻഷനോ പ്രശ്നങ്ങളോ ഇല്ല. പക്ഷെ ടെൻഷനും വിഷമങ്ങളും പ്രശ്നങ്ങളും മുഴുവൻ പാകിസ്ഥാനാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മാനസിക സമ്മർദ്ദത്തിലൂടെ, മാനസിക ശക്തിയിലൂടെ പാകിസ്ഥാനെ നിശേഷം പരാജയപ്പെടുത്തി ലോകത്തിൻ്റെ മുന്നിൽ പാകിസ്ഥാൻ്റെ തുണി ഉരിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 100% നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടും നമ്മൾ ഒരു യുദ്ധത്തിന് തയ്യാറാവുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നേ എന്ത് മനസ്സിലാക്കും? പാകിസ്ഥാൻ എപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പാകിസ്ഥാൻ ഇന്ത്യയെ പ്രകോപിക്കുന്നതിനനുസരിച്ച് ഇന്ത്യ മുന്നോട്ട് പോകുന്നില്ല എന്ന്. അപ്പോൾ ലോകത്തിന് മുന്നേ എന്ത് മനസ്സിലാവുന്നു? ഇന്ത്യ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും പാകിസ്ഥാൻ മത തീവ്രവാദികളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നും ലോകം മുഴുവനും അംഗീകരിക്കേണ്ട അവസ്ഥയിലെത്തിയിരുന്നു. അപ്പോൾ പാകിസ്ഥാനെ ലോകത്തിന് എല്ലാ മേഖലയിലുള്ള രാജ്യങ്ങൾ വിരലിലെണ്ണാവുന്ന 1-2 രാജ്യങ്ങൾ മാത്രമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അൽ ജസീറ ചാനൽ വരെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ യുദ്ധം ചെയ്യാതെ തന്നെ ഇന്ത്യ എല്ലാ അർത്ഥത്തിലും നേട്ടം കൊയ്തു എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാൻ. നമ്മൾ യുദ്ധം ചെയ്യും, യുദ്ധം ചെയ്യാതിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ പാകിസ്ഥാൻ സൈനിക മേധാവിയെ തന്നെ വധിക്കാം, അല്ലെങ്കിൽ അവരെ ചാരസംഘടനയുടെ തലവനെ തന്നെ വധിക്കാം, അവിടെയുള്ള മുഴുവൻ തീവ്രവാദ സംഘടനകളുടെ തലവന്മാരെയൊക്കെ, അതൊക്കെ നമ്മൾ ഇന്ത്യൻ സൈന്യം ചെയ്യും. അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്, ശക്തിയും ഉണ്ട്, പവറും ഉണ്ട്. പക്ഷേ അത് ചെയ്യാതെ തന്നെ ഇന്ത്യ ലക്ഷ്യം നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. അത് നമ്മുടെ ചാനലുകാരും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ പ്രതിപക്ഷ നേതാക്കളും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യ യുദ്ധം ചെയ്യാതെ തന്നെ സൂപ്പർ പവറായി മാറിക്കഴിഞ്ഞു എന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യം എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ മനസ്സിലാകുന്നത്. യുദ്ധം ഇന്ത്യ ചെയ്യില്ല എന്ന് പറയുന്നില്ല, പക്ഷേ യുദ്ധം ചെയ്യാതെ തന്നെ ഇന്ത്യ മാനസിക ആധിപത്യം നേടിക്കഴിഞ്ഞു പാകിസ്ഥാൻ്റെ മേലിൽ എന്നാണ് എനിക്ക് ഈ കേസിൽ. അതുകൊണ്ടാണ് ഇന്ത്യ അറ്റാക്ക് നടത്താത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.